ഒന്ന് ദിനവൃത്താന്തം 24-ാം അധ്യായം. അഹരോൻ്റെ പുത്രന്മാരുടെ കൂറുകളോ. അഹരോൻ്റെ പുത്രന്മാർ നാദാബ്, അബീഹു, എലെയാസർ, ഈതാമാർ. നാദാബും അബീഹുവും അവരുടെ അപ്പനു മുമ്പേ മരിച്ചുപോയി. അവർക്ക് പുത്രന്മാർ ഉണ്ടായിരുന്നതുമില്ല. അതുകൊണ്ട് എലെയാസരും ഈതാമാരും പൗരോഹിത്യം നടത്തി. ദാവീദ് എലെയാസറിൻ്റെ പുത്രന്മാരിൽ സാദോക്ക്, ഈതാമാരിൻ്റെ പുത്രന്മാരിൽ അഹിമേലെക്ക് എന്നിവരുമായി അവരെ അവരുടെ ശുശ്രൂഷയുടെ മുറപ്രകാരം വിഭാഗിച്ചു. ഈതാമാരിൻ്റെ പുത്രന്മാരുള്ളതിനേക്കാൾ എലെയാസറിൻ്റെ പുത്രന്മാരിൽ അധികം തലവന്മാരെ കണ്ടതുകൊണ്ട് എലെയാസറിൻ്റെ പുത്രന്മാരിൽ 16 പ്രതുഭവന തലവന്മാരും ഈതാമാരിൻ്റെ പുത്രന്മാരിൽ 8 പ്രതുഭവന തലവന്മാരുമായി വിഭാഗിച്ചു. എലെയാസറിൻ്റെ പുത്രന്മാരിലും ഈതാമാരിൻ്റെ പുത്രന്മാരിലും വിശുദ്ധ സ്ഥലത്തിൻ്റെ പ്രഭുക്കന്മാരും ദേവാലയത്തിൻ്റെ പ്രഭുക്കന്മാരും ഉള്ളതുകൊണ്ട് അവരെ തരഭേദം കൂടാതെ ചീട്ടിട്ട് വിഭാഗിച്ചു. ലേവ്യരിൽ നെതനയേലിൻ്റെ മകനായ ശെമരിയ ശാസ്ത്രി രാജാവിനും പ്രഭുക്കന്മാർക്കും പുരോഹിതനായ സാദോക്കിനും അബ്യാഥാരിൻ്റെ മകനായ അഹിമേലെക്കിനും പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പ്രതുഭവന തലവന്മാർക്കും മുമ്പാകെ ഒരു പ്രതുഭവനം എലെയാസറിനും മറ്റൊന്ന് ഈഥാമാരിനായി ചീട്ട് വന്നത് എഴുതി വെച്ചു. ഒന്നാമത്തെ ചീട്ട് യഹോയാരീബിനും, രണ്ടാമത്തേത് യെദായാവിനും, മൂന്നാമത്തേത് ഹാരീമിനും, നാലാമത്തേത് ഷെയോരീമിനും, അഞ്ചാമത്തേത് മൽക്കിയാവിനും, ആറാമത്തേത് മിയാമിനും, ഏഴാമത്തേത് ഹക്കോസിനും, എട്ടാമത്തേത് അബിയാവിനും, ഒമ്പതാമത്തേത് യേശുവയ്ക്കും, പത്താമത്തേത് ഷെഗന്യാവിനും, 11-ാമത്തേത് എല്യാഷിബിനും, 12-ാമത്തേത് യാക്കീമിനും, 13-ാമത്തേത് ഹുപ്പയ്ക്കും, 14-ാമത്തേത് യൊശബയാമിനും, 15-ാമത്തേത് ബിൽഗയ്ക്കും, 16-ാമത്തേത് ഇമ്മേരിനും, 17-ാമത്തേത് ഹേസീരിനും, 18-ാമത്തേത് ഹപ്പിസേസിനും, 19-ാമത്തേത് പെതഹ്യാവിനും, 20-ാമത്തേത് എഹസ്കേലിനും, 21-ാമത്തേത് യാഗീനും, 22-ാമത്തേത് ഗാമൂലിനും, 23-ാമത്തേത് ദലയാവിനും, 24-ാമത്തേത് ബയസിയാവിനും വന്നു. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അവരുടെ പിതാവായ അഹരോനോട് കൽപ്പിച്ചതുപോലെ അവൻ അവർക്ക് കൊടുത്ത നിയമപ്രകാരം അവരുടെ ശുശ്രൂഷയ്ക്കായിട്ട് യഹോവയുടെ ആലയത്തിലേക്ക് അവർ വരേണ്ടുന്ന ക്രമം ഇത് ആയിരുന്നു. ശേഷം ലേവി പുത്രന്മാരോ അമ്രാമിൻ്റെ പുത്രന്മാരിൽ ശൂബായേൽ, ശൂബായലിൻ്റെ പുത്രന്മാരിൽ യഹ്ദയാവ്, രഹബ്യാവിൻ്റെ പുത്രന്മാരിൽ തലവൻ ഇഷ്യാവ്, ഇസ്ഹാര്യരിൽ ശലോമോത്ത്, ശലോമോത്തിൻ്റെ പുത്രന്മാരിൽ യഹത്ത്, ഹെബ്രോൻ്റെ പുത്രന്മാർ എരിയാവ് തലവൻ, അമരിയാവ് രണ്ടാമൻ, എഹസിയേൽ മൂന്നാമൻ, യഖമെയാം നാലാമൻ. ഉസ്സിയേലിൻ്റെ പുത്രന്മാർ മീക, മീകയുടെ പുത്രന്മാർ ഷാമിർ, മീകയുടെ സഹോദരൻ ഇഷ്യാവ്, ഇഷ്യാവിൻ്റെ പുത്രന്മാരിൽ സെക്കരിയാവ്. മെരാരിയുടെ പുത്രന്മാർ മഹ്ളി, മൂഷി. യയസ്യാവിൻ്റെ പുത്രന്മാർ ബെനോ, മെരാരിയുടെ പുത്രന്മാർ ഏസിയാവിൽ നിന്ന് ഉത്ഭവിച്ച ബെനോ, ഷോഹം, സക്കൂർ, ഇബ്രി. മഹ്ലിയുടെ മകൻ എലെയാസർ, അവന് പുത്രന്മാർ ഉണ്ടായില്ല. കീഷിൻ്റെ പുത്രന്മാർ യെരഹ്മേൽ. മൂഷിയുടെ പുത്രന്മാർ മഹ്ളി, ഏദർ, എരിമോത്ത്. ഇവർ പൃഥുഭവനമായി ലേവിയുടെ പുത്രന്മാർ. അവരും അഹരോൻ്റെ പുത്രന്മാരായ തങ്ങളുടെ സഹോദരന്മാരെ പോലെ തന്നെ ദാവീദ് രാജാവിനും സാദോക്കിനും അഹിമേലെക്കിനും പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പൃഥുഭവന തലവന്മാർക്കും മുമ്പാകെ അതത് പൃഥുഭവനത്തിൽ ഓരോ തലവൻ താൻ്റെ ഇളയ സഹോദരനെ പോലെ തന്നെ ചീട്ടിട്ടു.